See, in this 7th question, there is one weird option. There is one weird option. Identify that one. The question is about advantages of food processing. There is one weird, pakka weird option, and the rest of the 3 are right. Which is that weird option? Leaching of chemical contaminants. See, the question is about advantages of food processing. So, when the chemical contaminants leach into the food, what will happen? It will get contaminated. Right? അല്ലേ? കെമിക്കൽ കണ്ടാമിനൻസ് ലീച്ച് ചെയ്ത് ഫുഡിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഫുഡ് ചീത്തയായി പോവില്ലേ? ഇതാ പറഞ്ഞ വിയേർഡ് ഓപ്ഷൻ ഇതാ. സോ ദി തേർഡ് വൺ ഈസ് എ വിയേർഡ് ഓപ്ഷൻ ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി 3 ആർ നോട്ട് വിയേർഡ്. ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദി ആൻസർ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ആ വിയേർഡ് മാത്രം എടുത്ത് കളയുക. ദി ആൻസർ ഈസ് 3, 7C. Next one again from agriculture, PM Fasal Bima Yojana. First statement is aims at supporting sustainable production in agriculture sector. True or false? Fatima, true or false? True. And the false എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പിന്നെ എന്തിനാണ് അടിക്കുന്നത്? True. This is a weather index based scheme in which all claims will be calculated based on the actual weather data received. That is not true, because it is a yield index based scheme. Yield. These type of question, when these type of question come, if you don't know anything about that, leave it. See, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവത്തില്ല. PM ഫസൽ ബീമ യോജന ഇൻഷുറൻസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിനുള്ളിലെ കാര്യങ്ങൾ അറിയത്തില്ല. ഇഫ് യു ഡോണ്ട് നോ ദി പർട്ടിക്കുലേഴ്സ് അബൌട്ട് ദാറ്റ് സ്കീം, ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ അൺആൻസേർഡ്. ഓക്കെ, ഇങ്ങനെ ലീവ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി രണ്ടും നമുക്ക് ഒരു ധാരണ ഉണ്ടാവത്തില്ല. ഓക്കെ, അതിന് നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് വെക്കാവുന്നേ ഉള്ളൂ. തേർഡ് റൗണ്ടിൽ വെച്ചാൽ പോലും ഇറ്റ്സ് റിസ്കി. അറ്റ്ലീസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ നമുക്കൊന്ന് അടിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ. മനസ്സിലായോ? റൗണ്ട് വൈസ് ചെയ്യുന്നവർക്ക് അത് കുറേ തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലാവും. ആ സിസ്റ്റമായിട്ട് ഫെമിലിയർ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് നമുക്കറിയാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ഓക്കെ, then the third statement is correct and the fourth one is wrong. Why? All. It covers all crops that are grown in India. It covers notified crops, notified areas. So 8, answer is B. 9th one, if you know, you know. Such a question. Otherwise, leave it unanswered. There are several commission names and their heads name. National Commission on Farmers, M.S. Swaminathan. Committee on Food Sector Reforms, Shantakumar. Committee on Doubling Farmers Income, Ashok Delvai. Committee to Rationalize the Definitions of FII and FDI, Arvind Mayara. So, how many of the above given are correct? All are correct. അറിയത്തില്ലെങ്കിൽ അത് എന്തിനാണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു കമ്മിറ്റിയെ കുറിച്ച് പോലും കേട്ടിട്ടില്ല, എന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുക. ഈ ഇങ്ങനത്തെ സെൻസ് ഇല്ലായ്മ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിന് ചിലപ്പോൾ ഒരു 10 മാർക്ക് സേവ് ആയി കിട്ടും. എഴുതി ഇല്ല, അഭാഗ്യം. എഴുതി. അതാ പറഞ്ഞത്, അത് സെൻസ് ഇല്ലായ്മയാണ്. എഴുതി. അത് എഴുതാതെ വിട്ടവരൊക്കെ ബുദ്ധിമാന്മാരാന്ന് ഞാൻ പറയും. കാരണം എഴുതാതെ വിടേണ്ടത് എഴുതാതെ തന്നെ വിടണം. എഴുതി. ഒരെണ്ണമെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അടിക്കുന്നത് കുഴപ്പമില്ല. ഇതിനകത്ത് M.S. സ്വാമിനാഥൻ അല്ലാതെ ബാക്കി 3 പേരെ കുറിച്ചെങ്കിലും അറിയാവോ? കേട്ടിട്ടും ഇല്ലല്ലോ. ഓക്കെ, 10th question. Again farmer question and it is an easy one. എന്താ ആൻസർ പറഞ്ഞേ? ഈസി വൺ, വെരി വെരി ഈസി വൺ. പറ ശ്രീലക്ഷ്മി. എ ബി എ പറയുന്നത് എത്ര പേരുണ്ട്? നോക്കട്ടെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. മെഷേഴ്സ് ടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെന്റ് ഹാവ് എൻകറേജ് ഫാർമേഴ്സ് ടു കൾട്ടിവേറ്റ് ഷുഗർ കെയിൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ഷുഗർ ഫാക്ടറീസ് ഫോർ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഓഫ് ഷുഗർ. അല്ല, എന്തെങ്കിലും തെറ്റുണ്ടോ? സർക്കാർ നടപടി എടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. നടപടി എടുക്കുമല്ലോ എന്തായാലും, സർക്കാരല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. MSP is a form of market intervention by Government of India to ensure farmers against any sharp fall in
farm prices during bumper production year. അല്ലേ? പിന്നെന്താ കുഴപ്പം? ആ 1 ഉം 2 ഉം കറക്റ്റാന്ന് കിട്ടി. 1നെയും 2നെയും കൂടെ ഒന്ന് ലിങ്ക് ചെയ്തേ. 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ 2? എന്തുകൊണ്ടല്ല? For sugarcane it is not MSP but FRP, fair and remunerative pricing. So statement 1 and 2 are correct, but 2 is not the correct explanation. തെറ്റിച്ച് എഴുതി. FRP ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാ. അറിയായിരുന്നു. ശരിയാക്കിയോ? അല്ല. Then 11th question, GM crops. So India became the 4th largest cultivator of GM crops by acreage and 2nd largest producer of cotton. Another statistic based question. And the statement 2 is India started commercial cultivation of BT cotton developed through GM technology, and BT gene obtained from soil bacterium Bacillus thuringiensis is inserted into cotton DNA. Some technical things are there. So if you know the basics of BT cotton, you will know that statement 2 is true. BT cotton എന്തെങ്കിലും ഒന്നും വായിച്ചാൽ മതി. ചുമ്മാ ഏതെങ്കിലും കറണ്ട് അഫയർ മെറ്റീരിയലോ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 2 റൈറ്റ് ആണെന്നുള്ളത് കിട്ടും. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കൺഫ്യൂസിങ്. അവിടെ ഇഫ് യു നോ യു വിൽ ഗെറ്റ് ഇറ്റ്, അതർവൈസ് ടേക്ക് എ വൈൽഡ് ഗസ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് 2 നമുക്ക് ട്രൂ ആണെന്ന് കിട്ടി. ഇഫ് യു ടേക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 ആസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണെന്ന് എടുക്കുകയാണെങ്കിൽ ആൻസർ ഏതായിരിക്കും? 1 കറക്റ്റ് ആണെങ്കിൽ എ വരത്തുള്ളൂ. കാരണം 2 അതിനുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷനാണ് കൊടുത്തേക്കുന്നത് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണെങ്കിലോ ഡി. അപ്പം 50-50 ചാൻസാ. ഏതെങ്കിലും ഒരെണ്ണം അടിക്കുക. എ. അങ്ങനത്തെ തെറ്റുകൾ നിങ്ങൾ വിഷയമാക്കണ്ട. അങ്ങനെ 50-50യിൽ നിന്നിട്ട് തെറ്റുന്നത് നിങ്ങൾ കെയർ ചെയ്യണ്ട. കാരണം അത് സംഭവിക്കാം. നിങ്ങൾക്ക് ആ സ്റ്റാറ്റ് അറിയത്തില്ല, അതുകൊണ്ട് തെറ്റി. മനസ്സിലായില്ലേ? അങ്ങനത്തെ 50-50 തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും വറി ചെയ്യരുത്. മനസ്സിലായോ? അത് സ്വാഭാവികമാണ്. ഈ കോഴ്സിൽ എല്ലാവർക്കും സംഭവിക്കും. അത് ടോപ്പറിനും സംഭവിക്കും, തോറ്റ് ഒപ്പിയിടുന്നവനും സംഭവിക്കും. അതുകൊണ്ട് അങ്ങനത്തെ തെറ്റുകൾ ഒരിക്കലും പക്ഷേ നിങ്ങൾ ഞാൻ പറയാം, ബ്ലണ്ടറുകൾ ഒഴിവാക്കുക, വൈൽഡ് ഗസസ് ഒഴിവാക്കുക. ഇത് 50-50 ഒന്നിന്ന് അടിച്ചിരിക്കണം. Okay, next one is also a good question. How many of the above given schemes are implemented under Ministry of Rural Development? ഇത് 2 സ്ഥിരം ന്യൂസിൽ വരുന്നതാണ്. PM Awas Yojana and DDU Gramin Kaushalya Yojana. So how many of these are implemented by Ministry of Rural Development? All four. D. അതെവിടാ? ഊറല അർബൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമേ അങ്ങോട്ട് പോകത്തുള്ളൂ. ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് അങ്ങനെയാണ് മിനിസ്റ്ററുടെ പേര്. ബാക്കി എല്ലാത്തിനും ഇപ്പുറത്ത് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഉണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് തന്നിട്ടില്ലല്ലോ നമുക്ക്. ഇവരും ചെയ്യുന്നില്ലേ? മറ്റവരും ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് അതങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഇവർ ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇവർ മാത്രം ചെയ്യുന്ന ഏതൊന്നും ചോദ്യമില്ല. അങ്ങനെ നീ അനാവശ്യമായിട്ട് ചിന്തിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആയുഷ്മാൻ ഭാരത്. ഈസി വൺ. കുറച്ച് നേരത്തിന് ശേഷം ഒരു ഈസി ക്വസ്റ്റ്യൻ വന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്? ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. There you need observation. Read the statement again. 5 lakhs per family per year for primary and secondary care. Is it like that? For secondary and tertiary care. അവിടെയാണ് വ്യത്യാസം. For primary care we have primary health centers all over the country. അല്ലേ? പ്രൈമറി കെയറിന് ഔട്ട് ഓഫ് ബക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. But for secondary and tertiary care, it is not like that. You need to spend a lot of money. So that's why PM Jan Arogya Yojana was implemented. See, think in that way. Primary care, you have primary health centers all over India. So you can go there, avail the services for free. But for secondary and tertiary care, you need to spend money out of your pocket. See, എടാ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ച് എത്ര പേരുണ്ട്?
ഒന്ന് സ്കീം അറിയത്തില്ല, രണ്ട് ലോജിക്കും ഇല്ല. എടെ ഇങ്ങനെ ആലോചിച്ച് പ്രൈമറി കെയറിനായിട്ട് നമ്മുടെ നാട്ടിലെല്ലാം പ്രൈമറി ഹെൽത്ത് സെന്റർ ഇല്ലേ? 5 പൈസ ചിലവാക്കുക, അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് എടുത്തൂടെ? ഇല്ലേ? സെക്കൻഡറി ടേഷറി കെയറിന് അങ്ങനെയാണോ? അല്ല, ഒരു സർജറി നടത്തണം, ഒരു സ്കാൻ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്നും പൈസ ചിലവാക്കണം. ഈവൻ ഇഫ് യു ഗോ ടു മെഡിക്കൽ കോളേജസ് യു നീഡ് ടു സ്പെൻഡ് സം എമൗണ്ട്, അല്ലേ? അപ്പം അങ്ങനെ ഉള്ളിടത്ത് അവിടെയാണ് സർക്കാർ ഇൻഷുറൻസ് തരുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എന്ത് ഇൻഷുറൻസ് തരാനാ? അതിന് ആവശ്യം എന്താ? PHCകൾ ആവശ്യത്തിൽ കൂടുതലാണ് ഇന്ത്യയിൽ. ഈ ലോജിക്കെങ്കിലും വർക്കൗട്ട് ചെയ്യും. ആൻഡ് ദി തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. So the answer is only 2.